നമസ്കാരം. മൂന്നാമൂഴം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും നരേന്ദ്രമോദി വിരമിക്കുമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നവർക്കും അതിനുശേഷം പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ഭരണപ്രതിപക്ഷ നേതാക്കൾക്കും ഇടുത്തി പോലെയാണ് മോദിയുടെ ആ വാക്കുകൾ വന്നു പതിച്ചത്. ഏറെക്കാലം രാജ്യത്തിന്റെ വികസനത്തിനായി താനുണ്ടാകും, വിരമിക്കില്ല എന്ന സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഒരു ഗംഭീര പ്രസംഗവും നടത്തി. രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം കണക്കുകൾ തപ്പുകയായിരുന്നു. ലോക്സഭയിൽ ബജറ്റ് സമ്മേളനത്തിലെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. അടുത്ത 25 വർഷത്തേക്കുള്ള ലക്ഷ്യപത്രമാണ് നയപ്രഖ്യാപനത്തിലൂടെ രാഷ്ട്രപതി അവതരിപ്പിച്ചത്. വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. 10 വർഷത്തിനിടെ ഈ സർക്കാർ 4 കോടി പാവങ്ങൾക്ക് വീട് നൽകി, 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു. ചിലർ അധികാരം കിട്ടിയപ്പോൾ വലിയ മാളിക പണിയുകയാണ് ചെയ്തതെന്നും AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ച് മോദി പറഞ്ഞു. കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കൽ CAG വിമർശനത്തിന് കാരണമായതാണ് മോദി ചൂണ്ടിക്കാട്ടിയത്. കേജ്രിവാളിനെ കൊട്ടി മോദി വിഷയം തിരിഞ്ഞുപോയി എന്ന് കരുതുന്ന കോൺഗ്രസുകാർക്ക് തെറ്റി. അടുത്ത് രാഹുൽ ഗാന്ധിക്കും അനിയത്തി പ്രിയങ്ക ഗാന്ധിക്കുമാണ്. ദരിദ്രരുടെ വീടുകളിൽ പോയി ഫോട്ടോ സെക്ഷൻ നടത്തുകയാണ് ചിലർ ചെയ്യുന്നത്. അവർക്ക് സഭയിൽ പാവങ്ങളുടെ ശബ്ദം ബോറിംഗായി അനുഭവപ്പെടും. ജനത്തിന്റെ പണം ജനത്തിനാണ്, അതാണ് ഈ സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ അദാനി, അംബാനി എന്നിവർക്ക് വേണ്ടിയാണെന്ന് ഇതിനിടെ പ്രതിപക്ഷം ബഹളം വച്ചതോടെ മോദിയുടെ അടുത്ത മറുപടി വന്നു. അവർക്ക് വലിയ നിരാശയുണ്ടാകുമെന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്നുമായിരുന്നു മോദിയുടെ പരിഹാസം. തന്റെ സർക്കാരിന്റെ ബജറ്റ് പ്രതീക്ഷകളും മോദി എണ്ണി പറഞ്ഞു. സർക്കാർ പദ്ധതികളെ യൂണിസെഫ് പോലും അംഗീകരിച്ചു. ആദായനികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തെ ഒഴിവാക്കി. 2 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കി. 10 വർഷത്തിനിടെ പരിധി 2 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായാണ് ഉയർത്തിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതിനിടെയാണ് വിരമിക്കില്ലെന്ന സന്ദേശവും നരേന്ദ്രമോദി നൽകിയത്. ഇത് തന്റെ 3ാമത്തെ ഊഴമേ ആയിട്ടുള്ളൂ, ഏറെക്കാലം രാജ്യത്തിന്റെ വികസനത്തിനായി താൻ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.